തസ്മാദ് ഉദ്ധവ മാ ഭുങ്ക്ഷ്വ വിഷയാൻ അസഡിന്ദ്രിയൈ ആത്മാഗ്രഹണ നിർബാധം പശ്യ വൈകൽപികം ഭ്രമം. അതുകൊണ്ട് ഹേ ഉദ്ധവ, ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളാൽ ആസ്വദിക്കാൻ ശ്രമിക്കരുത്. ദ്വന്ദ്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മായ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നതിൽ നിന്ന് ഒരുവനെ തടയുന്നത് എങ്ങനെയെന്ന് വീക്ഷിക്കുക. ഭഗവത് ശക്തിയിലും ഉടമസ്ഥതയിലും നിലനിൽക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ സേവനത്തിനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭൗതിക വസ്തുക്കളെ ഭഗവാനിൽ നിന്ന് വേറിട്ടതായി കാണുന്നതിനെയും അപ്രകാരം അവയെ സ്വന്തമാക്കാനും ആസ്വദിക്കാനും ഉദ്ദേശിക്കപ്പെട്ടവയായി കരുതുന്നതിനെയും വൈകൽപികം ഭ്രമം, ദ്വന്ദ്വത്തിൻ്റെ മായ എന്ന് വിളിക്കുന്നു. ഒരുവൻ ഭക്ഷണം, വസ്ത്രം, വസതി, വാഹനം തുടങ്ങി തൻ്റെ വ്യക്തിപരമായ ആസ്വാദനത്തിനുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ ആപേക്ഷികമായ ഗുണമേന്മ പരിഗണിക്കുന്നു. പരിണിതഫലമായി ഭൗതിക ജീവിതത്തിൽ തൻ്റെ സുഖത്തിനായി ഏറ്റവും മുന്തിയ ഇന്ദ്രിയ ആസ്വാദനം നേടാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിരന്തരമായ ഉത്കണ്ഠയിലാണ്. എന്നാൽ എല്ലാം ഭഗവാന്റെ സ്വത്തുക്കളാണെന്ന് ഒരുവൻ സാക്ഷാത്കരിക്കുന്ന പക്ഷം എല്ലാം ഭഗവാന്റെ സന്തുഷ്ടിക്കായി ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന് അവൻ കാണും. അവന് വ്യക്തിപരമായ ഉത്കണ്ഠ ഉണ്ടാവില്ല. കാരണം ഭഗവാന്റെ സ്നേഹപൂർണമായ സേവനത്തിൽ മുഴുകുന്നതുകൊണ്ട് മാത്രം അവൻ സംതൃപ്തനാണ്. ഭഗവാന്റെ സ്വത്ത് ചൂഷണം ചെയ്യാനും അതേസമയം തന്നെ ആത്മസാക്ഷാത്കാരത്തിൽ മുന്നേറാനും സാധ്യമല്ല.